Hi, my dear students. Welcome back to our engineering graphic class. I hope you are safe at home. Did you watch our last class? It was only a review. If you have any doubts or suggestion, message me. So let's start today's section. Our first chapter is Multiview projection. Okay. Engineering graphics is only a language. Without knowing this language, an engineer can't survive in this field. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന ഭാഷ ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ഇല്ല. പകരം നമുക്ക് എഴുതാൻ സാധിക്കുമോ? സാധിക്കും. പക്ഷേ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടേം റൈറ്റ് അല്ല. പകരം നമ്മൾ രണ്ട് ടേംസാണ് ഉപയോഗിക്കുന്നത്, പ്രിൻറ്റ് ആൻഡ് ഡ്രോ. വാട്ട് ഈസ് പ്രിൻറ്റ്? പ്രിൻറ്റ് മീൻസ് ദാറ്റ് വിത്ത് ബ്യൂട്ടി യു ആർ റൈറ്റിംഗ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. Drawing means using straight line and curves you are preparing 2D shapes. In engineering graphics, mainly we are dealing with the 3D shapes. 3D means it's having 3 dimensions. When you try to draw it on a board or a sheet of paper, you have to consider the 2D shape of the surface. That means in engineering graphics, if you want to draw the shape of this object on a sheet, first we have to convert 3D shape into 2D ഷേപ്പ്. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ കമ്പോണൻസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിന് ഡയമെൻഷൻ ഉണ്ട്. നമുക്ക് വരയ്ക്കേണ്ട ബോർഡും ഷീറ്റും 2 ഡയമെൻഷനാണ്. അതാണ് കൺവേർഷൻ്റെ പ്രാധാന്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചത്. അപ്പോൾ നമുക്ക് 3D ഷേപ്പിൽ കാണുന്ന കമ്പോണൻസിൻ്റെ ഷേപ്പ്, സൈസ്, റിലേറ്റീവ് പൊസിഷൻ ഇവിടെ എല്ലാ കാര്യങ്ങളും 2D ഷേപ്പിലും നമുക്ക് കാണിക്കാൻ സാധിക്കണം. ഷേപ്പ്, റിലേറ്റീവ് പൊസിഷൻ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും പ്രൊജക്ഷനിലും കമ്പോണൻറ്റിൻ്റെ സൈസ് സ്കെയിലിലും കാണിക്കുന്നു. സ്കെയിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയോ അതുപോലെ മെറ്റലിൻ്റെയോ ഒരു സ്കെയിലായിരിക്കും. ബട്ട് വെൻ യു റൈറ്റ് ദ ടേം സ്കെയിൽ ബിലോ എ ഡ്രോയിങ്, ഇറ്റ്സ് മീനിങ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് ഓർ ഗീവ് ആൻ ഐഡിയ അബൌട്ട് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ കമ്പോണൻറ്റ്. സ്കെയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡ്രോയിങ്. ഇറ്റ് വിൽ ഗീവ് ആൻ ഐഡിയ അബൌട്ട് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമുക്കതിനായി ഒരു എക്സാമ്പിൾ പരിശോധിക്കാം. നമുക്കൊരു PSLVയുടെ ഫോട്ടോ നോക്കാം. ഇതിലെ ഉയരം വെറും 5 സെൻറ്റിമീറ്റർ മാത്രമാണ്. ഒരാൾ ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു PSLVയുടെ ഉയരം വെറും 5 സെൻറ്റിമീറ്റർ മാത്രമായിരിക്കുമെന്നോ? നമുക്കറിയാം ഇതിൻ്റെ ശരിയായ ഉയരം ഏകദേശം 40 മീറ്ററോളം വരും. അത് വളരെ വലുതാണ്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ അടിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. സ്കെയിൽ 1:800 എന്നാണ്. നമ്മൾ ആദ്യം കണ്ടതും ഇപ്പോൾ കണ്ടതുമായ ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ ഫസ്റ്റ് വൺ ഈസ് വിത്തൗട്ട് സ്കെയിൽ, ദ സെക്കൻഡ് വൺ ഈസ് വിത്ത് സ്കെയിൽ. സോ ഫസ്റ്റ് വൺ നോട്ട് ഗെറ്റ് ദ ഐഡിയ അബൌട്ട് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ PSLV. whereas from the second one, the actual height of the PSLV 800 times the size shown here. That means the actual size of the PSLV is 800 times the height shown here. Now we will get the idea about the PSLV. The height of PSLV is equal to 5 cm into 800. That is equal to 40 meter. Okay students, അപ്പോൾ സ്കെയിലിനെ കുറിച്ചും അതുപോലെ പ്രൊജക്ഷനെ കുറിച്ചും നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തേർഡ് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ ഇമാജിനേഷനുടെയും വ്യക്തമായ ഐഡിയയുടെയും മാത്രമേ പ്രൊജക്ഷൻ വരയ്ക്കാൻ സാധിക്കൂ. കമ്പോണൻസ് 3 ഡയമെൻഷനാണ് ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ 3D ഇമേജ് ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം 2D വ്യൂയിലൂടെ മാത്രമേ കമ്പോണൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കൃത്യമായി പ്രൊജക്ഷനിൽ കാണിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് കമ്പോണൻസിൻ്റെ മുൻപിൽ നിന്നുള്ള വ്യൂവും മുകളിൽ നിന്നുള്ള വ്യൂവും വശങ്ങളിൽ നിന്നുള്ള വ്യൂവും പരിഗണിക്കണം. എങ്കിൽ മാത്രമേ കമ്പോണൻസിൻ്റെ കൃത്യമായ വ്യൂ നമുക്ക് ലഭിക്കൂ. അതാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഒരു വലിയ നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പെൻസിൽ എന്നിവ കരുതാൻ പറഞ്ഞിരുന്നു. എല്ലാവരും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? So we begin our first chapter, multi-view projection. Okay. Introduction. An object has 3 dimensions like length, width and thickness. The shapes and size of these 3-dimensional objects have to be represented on a sheet of drawing paper which has only 2-dimension plane. അതായത് ഒബ്ജക്റ്റിന് നീളവും വീതിയും അതുപോലെ തന്നെ കനവുമുണ്ട്. പക്ഷെ നമുക്ക് വരയ്ക്കേണ്ട ഡ്രോയിങ് പേപ്പറിന് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. അവിടെ പ്രൊജക്ഷനേ സാധിക്കൂ. Projection is the representation of the image of an object on a plane surface observed by a viewer. Plane of projection.
It is a plane on which the image is formed. Projector. It is a straight line drawn from the point in the contour of an object to the plane on which the image is obtained. Now we are going to a detail. Listen the video. Now we just consider a component. It contains infinite number of particles. To get the projection of this component on the imaginary plane, you have to project all the particles towards the plane. So you consider first particle of the component. Then you have to project that towards the plane. This time you get the corresponding 2D shape on the plane. Similarly, for the second one, you project towards the plane. It will get the 2D shape of the second particle. Then for the third particle, you have to project like this. Fourth particle, you have to project like this. So if you have project all the particles on the plane, you will get the 2D shape of the component. Okay. Then orthographic projection. It is a geometric method of projection obtained on the plane of projection when the projectors are parallel to each other and perpendicular to the plane of projection. Subdivisions of orthographic projection. First multiview projection, second axiometric projection. നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പരിശോധിക്കാം. ഈ ഒബ്ജക്റ്റിൻ്റെ എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് പ്രൊജക്ഷൻ പ്ലെയിനിൽ പതിക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് പ്രൊജക്റ്റേഴ്സ്. നോക്കൂ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഈ പ്രൊജക്റ്റേഴ്സ് പരസ്പരം പാരലായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റേഴ്സ് പ്രൊജക്ഷൻ പ്ലെയിനിൽ റൈറ്റ് ആംഗിളിലായിരിക്കും പതിക്കുന്നത്. അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പ്രൊജക്റ്റേഴ്സ് പരസ്പരം പാരലലും പ്രൊജക്ഷൻ പ്ലെയിനുമായി പെർപെൻഡിക്കുലറുമായിരിക്കും. ഓക്കെ. Then multiview projection. It is an orthographic projection in which the exact shape of an object is represented by two or more separate views obtained on different planes of projection, which are usually at right angles to each other. The projection obtained in the form of front, top and side views are called multiview projection. ഇതിനായി നമുക്കൊരു ഒബ്ജക്റ്റിനെ പരിഗണിക്കാം. ഈ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും മുകളിൽ നിന്നുമുള്ള വ്യൂ നമ്മൾ പരിഗണിക്കണം. ആദ്യം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ആരോ കാണിച്ചിരിക്കുന്ന വശത്തു നിന്നുള്ള ഫ്രണ്ട് വ്യൂ പരിഗണിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ പരിശോധിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ പരിശോധിക്കുന്നു. ഈ മൂന്ന് വ്യൂവും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് ലഭിക്കും. ഇതാണ് മൾട്ടിവ്യൂ പ്രൊജക്ഷൻ. ഇനി നമുക്കൊരു ഡ്രോയിങ് ഷീറ്റ് തയ്യാറാക്കുന്നത് നോക്കാം. പ്രൊസീജിയർ ഓഫ് ഡ്രോയിങ് ഫോർ ബിഗിനേഴ്സ്. ഫസ്റ്റ് സെറ്റ് ദ മിനി ഡ്രാഫ്റ്റർ ടു ഇറ്റ്സ് 0 പൊസിഷൻ. Second, fix the drawing sheet on the board. Then drawing sheet layout. Set the margin, construction of title block, spacing of views. Then place the dimensions, draw the sections, check whether the solutions are complete. Okay, now we can go through the picture. This is the layout. See the left side. The left side margin space is 20 mm. The other 3 side margin space is 10 mm. ഒന്നുകൂടി പറയാം. ഇടതുവശത്തെ മാർജിൻ 20 mm മറ്റ് 3 വശങ്ങളിലേത് 10 mm വീതമാവുന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ത്രൂ ദ റൈറ്റ് ബോട്ടം കോർണർ ഓഫ് ദ ഷീറ്റ്. ഹിയർ ദ ടൈറ്റിൽ ബ്ലോക്ക് വിത്ത് 150 mm ലെങ്ത് ആൻഡ് 50 mm വിഡ്ത്ത്. അതായത് ഈ കോർണറിലെ ടൈറ്റിൽ ബ്ലോക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 150 mm ആണ്. വീതി എന്ന് പറയുന്നത് 50 mm ആണ്. ഓക്കെ. I hope all you understand well. Next, we are going to the title block. This is the title block with all dimensions. Listen the labeling of the title block. The first column, you write your name. Below this column, you write class, roll number and date. The second column, name of drawing. Then below this column, drawing number, grade, valued by scale and symbols of first angle or third angle projection. അതായത് ടൈറ്റിൽ ബ്ലോക്ക് തന്നിരിക്കുന്ന ഡയമെൻഷനിൽ തന്നിരിക്കുന്നത് പോലെ കൃത്യമായി വരയ്ക്കുക. ടൈറ്റിൽ ബ്ലോക്കിൻ്റെ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ പേരെഴുതുക. അതിന് താഴെ ക്ലാസ്, റോൾ നമ്പർ, ഷീറ്റ് തയ്യാറാക്കുന്ന ഡേറ്റ് എന്നിവയും രണ്ടാമത്തെ കോളത്തിൽ ടൈറ്റിൽ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഡ്രോയിങ്ങിൻ്റെ പേരെഴുതുക. അതായത് ഫസ്റ്റ് ഷീറ്റിൽ മൾട്ടിവ്യൂ പ്രൊജക്ഷനാണ് എഴുതേണ്ടത്. അതിന് താഴെ ഡ്രോയിങ് നമ്പർ, സ്കെയില്, സിമ്പല് തുടങ്ങിയ എഴുതുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
നോട്ട്ബുക്കിൽ ചെയ്യേണ്ടത് PDF ആയി പിന്നീട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഫിനിഷ് അവർ ഫസ്റ്റ് സെക്ഷൻ. സ്റ്റഡി വെൽ.